ഇന്ന് അവധിയായിട്ട് അച്ഛൻ രാവിലെ പോയതല്ലേ അമ്മ, ഇതുവരെ വന്നില്ലല്ലോ. റിസപ്ഷന് പോണ്ട സമയം കഴിഞ്ഞു. എവിടെയോ പോയി ഫിറ്റായി കിടക്കുക. തെളിയുമ്പോ ഇങ്ങ് വരും. മോള് പോയി പഠിക്ക്. ഇന്ന് റിസപ്ഷൻ പോക്കൊന്നും നടക്കൂല. നമ്മുടെ അച്ഛൻ എന്താ അമ്മ ഇങ്ങനായത്? നമ്മുടെ തലവിധി അല്ലാതെ എന്ത് പറയാനാ മോളെ. നമ്മൾ അനുഭവിക്കാനുള്ള അനുഭവിച്ചല്ലേ പറ്റൂ. ഞാൻ എപ്പോഴും ആലോചിക്കും, അച്ഛന് കോർപ്പറേഷനിൽ നല്ല ജോലി, അമ്മയ്ക്ക് ബാങ്കിൽ. എത്ര സന്തോഷമായിട്ട് കഴിയാൻ പറ്റുന്ന കുടുംബമായിരുന്നു നമ്മുടെ. മോളെ, നിന്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് നല്ല കൈക്കൂലി കിട്ടുന്ന വകുപ്പില്ല. ആളുകൾ ഓരോ കാര്യം നടക്കാൻ വേണ്ടി കൊണ്ടുപോയി കുടിപ്പിക്കും. ഇപ്പൊ വന്ന് കുടിക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. അച്ഛനെ മദ്യപാനം നിർത്തുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? നടന്നത് തന്നെ. അച്ഛന്റെ സ്വഭാവം മോക്ക് അറിഞ്ഞൂടെ? സമ്മതിക്കൊന്ന് തോന്നുന്നുണ്ടോ? അമ്മേ, നമുക്ക് അപ്പച്ചിയും കൊണ്ട് പറയിപ്പിച്ചാലോ? നിന്റെ അപ്പച്ചിയും മാമനും എത്രയോ തവണ അച്ഛനെ ഉപദേശിച്ചതാ. ചേച്ചിയുടെ തലയെ തൊട്ട് സത്യം ചെയ്തതാ, ഇനി മേല കുടിക്കില്ല. എന്നിട്ട് എന്തായി? ഞാൻ എന്തായാലും അപ്പച്ചിയെ വിളിച്ച് പറയാൻ പോവാ. എന്തിനാ മോളെ അവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് ഈ വിവാഹാലോചന വന്നപ്പോ ബ്രോക്കർ പറയുന്ന ഞാൻ കേട്ടതാ, നല്ല കൈക്കൂലി കിട്ടുന്ന വകുപ്പിലാണ്. അന്നേ ഞാൻ പറഞ്ഞതാ, ഈ കൈക്കൂലിക്കാരനെ എനിക്ക് വേണ്ടാന്ന്. കൈക്കൂലി വാങ്ങിക്കുന്ന വകുപ്പേ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പിന്നെ എന്ത് പറ്റി? എന്ത് പറ്റാൻ? മകള് നല്ലപോലെ ജീവിക്കട്ടെന്ന് നിന്റെ അപ്പൂപ്പൻ കരുതി കാണും. ഈ കൈക്കൂലി മേടിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും അമ്മ? മിക്കവരും മോളെ കൈക്കൂലി കൊടുക്കുന്ന മനസ്സുരുകിക്കൊണ്ട. അത് വാങ്ങിക്കുന്ന ഒരു കുടുംബത്തിനും സമാധാനം ഉണ്ടാവേയില്ല. ശരിയാ, നമുക്ക് എന്ത് സന്തോഷമുണ്ട്. കൈക്കൂലി വാങ്ങിക്കുന്ന ഓരോ കുടുംബത്തിലെയും ഭാര്യയോ മക്കളോ എന്നും നിത്യരോഗികൾ ആശുപത്രി കൊടുക്കാനേ പൈസ കാണും. ഉറപ്പാണത്. എനിക്ക് പേടിയാവും അമ്മേ. പിന്നെ എനിക്ക് കല്യാണം ആലോചിക്കപ്പോ കൈക്കൂലി മേടിക്കാത്ത ഒരാൾ. നിന്റെ അച്ഛൻ കൈക്കൂലിയായിട്ട് പണം വാങ്ങിക്കുകയില്ല. പകരം മദ്യമാണ് അദ്ദേഹത്തിന്റെ വീക്ക്നെസ്. ഇപ്പം കുടിച്ച് കരളൊരു പരുവായി. അമ്മ എത്ര ബോൾഡായിട്ടാ സംസാരിക്കുന്നേ. ഇനി ഈ കാര്യത്തിന് വേണ്ടി കരയില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിലേറെ ഞാൻ കരഞ്ഞിട്ടുണ്ട് മോളെ. ഇനിയില്ല. ഇന്ന് അവധി ദിവസമായിട്ട് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് ഇത് കഴിച്ചു പോകാനല്ല. നമുക്കിതൊന്ന് അടിച്ചു വക്കീലേ, നിങ്ങൾ ആ പഴയ നാടൻ പാട്ടുണ്ട്, മറിയാമ്മേ മറിയാമ്മേ, ആ പാട്ടുണ്ട്. ശരിയാ, വക്കീലിന്റെ പാട്ട് കേട്ട് കുറച്ച് നാളെ. വക്കീലിന്റെ നാടൻ പാട്ടില്ലേ, അത് പാടിയാ മതി. അടിപൊളിയാ. അടിപൊളിയാ അടിപൊളിയാ. ഞാൻ പാടാം. ബാലേന്ദ്ര സാറ് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സാറ് നമ്മളെയൊക്കെ വിളിച്ച് ഇങ്ങനൊരു പാർട്ടി നടത്തിയെങ്കിൽ ആ സാറിന്റെ ആ മനസ്സിനെ ഞാൻ ഒന്ന് മതിക്കുക. പാടുവക്കില്ലേ, ഹണി കോൺട്രാക്ടർ പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാം. അത് സൂപ്പർ ആയിരിക്കും. അത് സൂപ്പർ തന്നെ. ഈ ഹണിയെ സംബന്ധിച്ച് ഒരു കാര്യം, ബാലേന്ദ്ര സാറിന് വിചാരിച്ച എത്ര രൂപ വേണമെങ്കിലും അതേ ചെലവാകും. അവര് തമ്മിൽ അങ്ങനെയാ. വക്കീലെ പാട്, ലഹരി എഴുതുന്നതിന് മുമ്പ് പാടി തീർക്കും. മറിയാമേ മറിയാമേ എന്നെ ഒന്ന് നോക്ക്, വിരഹാർദ്ദനായ ജോത്യേട്ടനീ. മറിയാമേ മറിയാമേ എന്നെ ഒന്ന് നോക്ക്, വിരഹാർദ്ദനായ ജോണിച്ചേട്ടനീ. മെത്രാപ്പൊലിത്ത സന്നിധിയിൽ വെച്ച് കെട്ട് നടത്താം, മെത്രാപ്പൊലിത്ത സന്നിധിയിൽ വെച്ച് കെട്ട് നടത്താം. കോടിക്കാറിൽ നിന്നെ ഞാൻ കൊണ്ടു നടക്കാം, മെത്രാപ്പൊലിത്ത സന്നിധിയിൽ വെച്ച് കെട്ട് നടത്താം.
ഓടി കാറിൽ നിന്നെ ഞാൻ കൊണ്ടു നടക്കാം. സിംലയിലും പോയി വരാം, ഊട്ടിയിലും പോയി വരാം, സിംലയിലും പോയി വരാം, ഊട്ടിയിലും പോയി വരാം, നമ്മൾ രണ്ടും ഒന്നാണെങ്കിൽ. മറിയാമേ മറിയാമേ എന്നെ വിളിച്ചായിരുന്നു. എന്ത് കുറെ നേരം ആയല്ലോട് അവിടെ ഭയങ്കര ബഹളമാണല്ലോ. അത് നമ്മുടെ ബാലേന്ദ്രൻ സാറിനും പാർട്ടികളാണ്. ഉച്ചയ്ക്ക് വന്നതാ, ഇതുവരെയ്ക്ക് തീർന്നിട്ടില്ല സാറേ. ഞാൻ സാറിന്റെ പാർട്ടി അല്ലേ? ബാലേന്ദ്രൻ സാറ് ഫയലും എല്ലാം ശരിയാക്കി കൊടുത്തതാണ്. ഒരു കുറവും വെക്കരുത്, നല്ലപോലെ നോക്കിക്കോണം. അണിസാർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദാണ്ട വരുന്നു സാർ. നമസ്കാരം സാറേ. നമസ്കാരം. എന്തുകൊണ്ട് മാനരെ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നവുമില്ല, അവരെല്ലാം ഭയങ്കര ഹാപ്പി അല്ലേ? എത്ര പേരുണ്ട്? അവര് ബാലേന്ദ്രൻ സാറും കൂടെ ചേർത്ത് ഒരു 5 പേര് കാണും. അവരെല്ലാം നല്ല കപ്പാസിറ്റിക്കാരാ, അടിച്ച് പൊളിക്കുക അവിടെ. സാറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങളെല്ലാം ചെയ്യുന്നു. എല്ലാം തൃപ്തിയായിട്ട് സാറ് കഴിച്ചു കഴിയുമ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് കയറ്റി. ഇന്ന് ഞാൻ താരിക്കൊണ്ട് വിട്ടേ, ഞാൻ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന്. ഓക്കെ. മറിയാമേ മറിയാമേ എന്നെ ഒന്ന് നോക്ക്, വിരഹാർദ്ദനായ ജോണിച്ചേട്ടനെ. മറിയാമേ മറിയാമേ എന്നെ ഒന്ന് നോക്ക്, വിരഹാർദ്ദനായ ജോണിച്ചേട്ടനെ. ഓക്കെ ഓക്കെ ഓക്കെ, വലിയ ഉപകാരം, വലിയ ഉപകാരം സാറേ, വലിയ ഉപകാരം. കാണാം. ഓ തീർച്ചയായിട്ടും. സാറിന്റെ പരിപാടി വളരെ ഗംഭീരമായിരുന്നു. വന്നത് സന്തോഷം, വന്നത് വളരെ വളരെ ഗംഭീരമായിരുന്നു. മക്കളെ വളരെ സന്തോഷം. നിങ്ങളുടെ പാട്ട് സൂപ്പർ. ഓക്കെ, താങ്ക്സ്. ഞാൻ ഇറങ്ങട്ടെ. ശരി, ഓക്കെ. ബാക്കി ഇരിക്കുന്നത് ഞാൻ കൊണ്ടു. ഓക്കെ, റൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കേട്ടോ. സമയം ഒരുപാടായി, ഞാൻ വീട്ടിൽ കൊണ്ടായിക്കോളാം. ആ വേണ്ട വേണി, ഞാൻ അങ്ങോട്ടേ പോയിക്കോളാം. വേണ്ട. എന്തായാലും സാറ് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സാറിന് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മറക്കരുത്. ആരും ചെയ്യാത്ത കാര്യമാണ് സാർ എനിക്ക് വേണ്ടി ചെയ്തത്. നമുക്ക് കാണാം, നമുക്ക് കാണാം. ഓ അല്ലേ അനി, നമ്മൾ തമ്മിലുള്ള ഇടപാടിലായി. അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ശിവയുടെ റിസപ്ഷന് പോയി ഞാനും അമ്മയും 4 മണി മുതൽ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഒന്നുമല്ലല്ലോ, അവര് വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ. വലിയ കഷ്ടമാണ് അച്ഛന്റെ കാര്യം. ഞാൻ എത്ര തവണ വിളിച്ച്, അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. മോളെ, അച്ഛൻ ഒരു സ്ഥലം വരെ പോയിരുന്നു, തിരിച്ചു വരെ വണ്ടി കിട്ടിയില്ലെന്നേ. മോളാണ് സത്യം. കല്യാണത്തിനെ നമുക്ക് നാളെ പോവാം. പോവാടാ. മോളെ അമ്മ എടുത്തത് വല്ല വിളമ്പിക്കാറ ചെല്ല്. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഇന്നെന്താ ഒരു പ്രത്യേകത? ഞാൻ എന്താ ഇല്ലാതാക്കിയെന്നാ പറയുന്നേ? മോളെ, സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛന്റെ സുഖം മാത്രം നോക്കി ജീവിക്കുന്ന ആളാ. അമ്മയൊന്നും പറയണ്ട, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യമില്ല. അമ്മേ, നമുക്ക് തറവാട്ടിലോട്ട് പോവാം. അച്ഛനിവിടെ ഒറ്റയ്ക്ക് കുടിച്ച് സുഖിച്ച് കഴിയട്ടെ. നിങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമല്ലേ? നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, ഞാൻ പോയി തരാം. മനസ്സിലായ?
എനിക്കറിയാം എന്താ ചെയ്യണോ. എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇഷ്ടംപോലെ ജീവിച്ചോ. നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പേ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാമല്ലോ അല്ലേ? അമ്മയ്ക്ക് മോക്ക് ജീവിക്കാമല്ലോ. ചേട്ടൻ എന്താ ഞങ്ങളെ മനസ്സിലാക്കാത്ത? ചേട്ടൻ എങ്ങോട്ടും പോകുന്നില്ല. നീ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറഞ്ഞില്ലേ? അവള് കുഞ്ഞല്ലേ ചേട്ടാ? ചേട്ടാ അവള് കൊച്ചല്ലേ? കൊച്ചാട്ടം ചെയ്ത ഒട്ടും ശരിയായില്ല. അവരെന്തെങ്കിലും വിഷമം കൊണ്ട് പറഞ്ഞെന്ന് വിചാരിച്ചേ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വേണ്ടുന്നത് ആണോ? അതൊക്കെ പോട്ട് ഇന്നലെ എവിടാ കിടന്നത്? ഞാൻ ലോഡ്ജ് റൂം എടുത്തു. ലോഡ്ജ് ആവുമ്പോ എല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ. പോകാം വരാം, തോന്നിവാസങ്ങളൊക്കെ നടക്കാം. ആരും ചോദിക്കാൻ പറ്റത്തില്ല. സ്വന്തം മകളെ വിവാഹപ്രായമായി നിൽക്കുന്ന ഒരു വിചാരം കൊച്ചാട്ടനുണ്ടോ? എന്റെ ഭാര്യയും മകളും ഒട്ടും ശരിയല്ല. അവരെന്ത് തെറ്റ് ചെയ്തെന്നാ കൊച്ചാട്ടൻ പറയുന്നത്? അവര് കല്യാണം മോളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ റിസപ്ഷന് പോകാനായിട്ട് ഒരുങ്ങി നിന്നതല്ലേ? എന്നിട്ട് പാതിരാത്രി ആയപ്പോ വേച്ചു ചെന്നാൽ ഏതമ്മയും മക്കളുമാണ് കൊച്ചാട്ടൻ സഹിക്കുന്നത്? കൊച്ചാട്ടനൊന്ന് പറഞ്ഞു. ഓ, അതിനു മുമ്പേ അവർ വിളിച്ചറിയിച്ചു അല്ലേ? ഇനി എന്റെ ആവശ്യം ആ വീട്ടിലില്ല. അവിടെ അമ്മയും മോള് മാത്രം മതി. കൊച്ചാട്ടാ, ഞാനും ഒരു അമ്മയാ. ഒരു വിവാഹപ്രായം എത്തി ഒരു മകൾ വീട്ടിൽ നിൽക്കുമ്പോ അതിന്റെ പ്രയാസം പെറ്റ തള്ളയ്ക്ക് മനസ്സിലാവൂ കൊച്ചാട്ടാ. എന്റെ മകളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവളെ നല്ല പോലെ വിവാഹം കഴിച്ചയക്കാൻ എനിക്കറിയാം. കൊച്ചാട്ടൻ ഇങ്ങനെ മദ്യപിച്ച് നടന്നാലേ അവക്ക് നല്ലൊരു ബന്ധം കിട്ടുമോ? കൊച്ചാട്ടൻ അതെന്താ ആലോചിക്കാത്തത്? കൊച്ചാട്ടൻ 2 തവണ സസ്പെൻഷൻ ആയപ്പോഴേ നാത്തൂന്റെ ആങ്ങളെയാ കൊച്ചാട്ടനെ രക്ഷിച്ചത്. അയാളെ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാത്രമാ. അതെ, അവിടെ ആങ്ങളെയല്ല രക്ഷിച്ചത്, എന്റെ യൂണിയൻകാരാ. അത് മനസ്സിലായോ? അതെന്തോ ആയിക്കോട്ടെ, കാപ്പി പിടിച്ചിട്ട് പോയാ മതി. അകത്തോട്ട് കയറിയിരുന്നേ. എനിക്ക് വേണ്ട. ഞാനേ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. കുറച്ച് മനസമാധാനം എനിക്ക് വേണം. അതിനൊരു നീണ്ട യാത്ര എനിക്ക് ആവശ്യമാണ്. ഞാൻ ആഫീസിൽ പോയി ലീവ് എഴുതി കൊടുത്തിട്ട് ഞാൻ പോകും കേട്ടോ. കൊച്ചാട്ട വെറുതെ ആ അമ്മയും മകളെയും വിഷമിപ്പിക്കരുത്. വയസ്സാം കാലത്ത് എവിടെ കിടപ്പിലായി പോയ അവരെ കാണത്തുള്ളൂ. കൊച്ചാട്ടൻ വീട്ടിലോട്ടിയല്ലേ, ഞാനും വരാം. എനിക്ക് വേണ്ട, ഞാൻ പോവാ. ബാലേന്ദ്രൻ, കോൺട്രാക്ടർ ഹണിയുടെ ഫയൽ നിങ്ങളല്ലേ നോക്കിയത്? അതെ സാർ, ഞാൻ തന്നെ നോക്കിയത്. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ നിയമവശം നിങ്ങൾ നോക്കണ്ടായിരുന്നു? സാറേ, നന്നായിട്ട് പരിശോധിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. ആര് പറഞ്ഞു? നിങ്ങൾ സൈറ്റിൽ പോയായിരുന്നോ? അവിടെ അയാൾ തോന്നിയ കണക്കാ കെട്ടി വെച്ചിരിക്കുന്ന. സൈറ്റിൽ പോകാതെ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെനിക്കറിയാം സാറേ. അവിടെ ഒരു നിയമലംഘനം നടത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെല്ലാം പ്ലാൻ അനുസരിച്ച് തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ നിങ്ങൾ സ്ഥലം പോലും കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ശരിക്ക് വയലേഷൻ ഉണ്ട്. പരിസരത്തുള്ളവർ പലരും പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിയായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്തായാലും പരാതി മുകളിലോട്ട് പോയിട്ടുണ്ട്. കരുതിയിരുന്നോ, മിക്കവാറും നടപടി ഉണ്ടാവും. ഇതെന്റെ ലീവ് ആപ്ലിക്കേഷൻ. എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം. ഇനി അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ വാങ്ങി വെച്ചേക്കാം. കൂടുതൽ കുഴപ്പമാകുന്നതിന് മുമ്പേ ആരെങ്കിലും കണ്ട് ശരിയാക്കാൻ നോക്കും. അളിയെ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളല്ലേ, ഇത് ട്രൈ ചെയ്ത് നോക്ക്. അമ്മേ, അമ്മേ, നിങ്ങൾ വന്നേ. എന്താ മോളെ? അമ്മ വാർത്ത ഉണ്ടോ? അനധികൃത നിർമ്മാണം നടത്തിയ കെട്ടിടത്തിന് അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥനായ ബാലചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇത് 3ാം തവണയാണ് ബാലചന്ദ്രനെ സസ്പെൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ഞാൻ അച്ഛനെ വിളിച്ചു നോക്കിയാലോ അമ്മേ? എന്തിനാ മോളെ? ഫോൺ എടുക്കില്ല, ഒരു ഫലവും ഉണ്ടാവില്ല. മോളൊരു കാര്യം ചെയ്, അപ്പച്ചിയെ വിളിച്ചു പറ.
ആ മോളെ. ഹലോ, അപ്പച്ചിയാണോ? അപ്പച്ചി ഇന്നത്തെ പത്രം കണ്ടായിരുന്നോ? അച്ഛനെ സസ്പെൻഡ് ചെയ്തെന്ന വാർത്ത വന്നിട്ടുണ്ട്. വലിയ ന്യൂസാ. ഓ ദൈവമേ, ഈ കൊച്ചാട്ടന്റെ ഒരു കാര്യം എന്തോ ചെയ്യാനാ. ഏതോ കോൺട്രാക്ടർക്ക് വേണ്ടി കെട്ടിടത്തിന് അനുമതി കൊടുത്തതിന്റെ പേരില. ആ മോളെ, കൊച്ചാട്ടനെ ഞാനൊന്ന് വിളിക്കാം. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അപ്പച്ചി അറിയിക്കണേ മോളെ. പിന്നെ അമ്മയോട് പറ സമാധാനമായിട്ടിരിക്കാൻ. എല്ലാം ശരിയാവും മോളെ, എല്ലാം ശരിയാവും. കാലദോഷത്തിന്റെ ഓരോ കാര്യങ്ങളാ. നമ്മൾ പ്രാർത്ഥനയോടിരിക്കാം മോളെ. വിഷമിക്കണ്ട മോളെ. അമ്മയെ നീ സമാധാനിപ്പിക്കണം. നീ ഒന്ന് ആലോചിക്കണം. അമ്മയെ സമാധാനിപ്പിക്കാൻ നീയേ ഉള്ളു കേട്ടാ. സന്തോഷമായിട്ടിരിക്കും മോളെ. എല്ലാം ശരിയാവും മോളെ, എല്ലാം ശരിയാവും. അപ്പച്ചിയുടെ പ്രാർത്ഥനയുണ്ട് മോളെ കേട്ടാ. ഓ അതൊക്കെ കേട്ടതൊക്കെ ശരി തന്നെയാണ്. ഓ ഇനി വരുന്ന പോലെ വരണം. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂ? ഓ അളിയനടുത്തൊന്നും പറയാൻ പോയില്ല. അവൻ്റെയൊക്കെ ചാട കടന്നെന്തിനാ വേറെ പണി. വാ ഇനി ഒരാൾ വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. വിളിക്കാമോ? അതെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്ക് നേരിടാം. ഓ ശരി. സാറിന്റെ കാര്യം പത്രം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ആരോ പരാതി കൊടുത്ത അതാ ഇത്രയും പ്രശ്നമായത്. ചാനലിലെല്ലാം കാണിച്ചു തുടങ്ങി. ഇവിടെ ചാനലുകാർക്ക് ഒരു കോള് കിട്ടിയത്. അവരങ്ങ് ആഘോഷിക്കട്ടെ, അവരങ്ങ് ആഘോഷിക്കട്ടെ. ആ കോൺട്രാക്ട് ഹണി വിളിച്ചായിരുന്നു. പോടെ ഇനി എങ്ങാണ് അവന്മാര് വിളിക്കൂ. ഹണിയോടെ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഉടനെ കെട്ടരുത്, നമ്പർ ഇട്ടിട്ട് പതുക്കെ കെട്ടിയാൽ പോരെ. അപ്പൊ അയാൾക്ക് ചെറുതായി അനുഭവിക്കേണ്ടത് ഞാൻ. പരാതി കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. യൂണിയൻ നേതാവിനെ ഒന്ന് വിളിക്കണേ. പ്രശ്നം കൂടുതൽ വഷളാവുന്നതിന് മുമ്പേ അത് പരിഹരിക്കാൻ നോക്കണം. ഇനിയൊന്നും അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മതിയായി. ഞാനൊരു യാത്രയ്ക്ക്, ഒരു നീണ്ട. സാറ് വീട്ടിലോട്ട് ചെല്ലും. അവർക്ക് എന്ത് വിഷമമായിരിക്കും. സാറിന്റെ മകൾ എന്നെ വിളിച്ചായിരുന്നു. അവർക്കൊക്കെ ഞാനൊരു അധികപ്പറ്റായി പോകും. എൻ്റെ ഭാര്യയായ മകളായ. അതൊക്കെ സാറിന്റെ തോന്നല. സാറിന്റെ അളിയനെ പോയി കാണ്. അങ്ങേര് മിനിസ്റ്ററോട് പറഞ്ഞ് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങിത്തരും. അതോടുകൂടി പ്രശ്നമെല്ലാം തീരും. ഇല്ലടോ, ഞാൻ ആരെയും കാണാൻ പോകും. ഞാനേ ഒരു യാത്രയ്ക്ക് പോകും. വല്ല കാശിയിലോ രാമേശ്വരത്തോ വല്ലോ ആണോ? ആദ്യം കന്യാകുമാരി, ശേഷം പിന്നെ തിരുവനന്തപുരം. അച്ഛന്റെ ഒരു വിവരമില്ലല്ലോ അമ്മേ. അച്ഛൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് മോക്ക് അറിഞ്ഞൂടെ? നമ്മൾ കുറച്ച് വിഷമിക്കട്ടെന്ന് കരുതി കാണും. അച്ഛന്റെ അടുത്ത ഫ്രണ്ട്സിനെ പോലും വിളിച്ചിട്ടില്ല. ആ അമ്മേ, അപ്പച്ചിയാ. എന്താ അപ്പച്ചി, വല്ല വിവരമുണ്ടോ? ആ മോളെ, നാത്തൂന്റെ ആങ്ങളെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോ സുരേഷ് സാറിന്റെ അടുത്ത് കൊച്ചാട്ടൻ പറഞ്ഞെന്ന് കന്യാകുമാരിയിൽ എങ്ങാണ്ട് പോവുമെന്നോ, പിന്നെ അവിടുന്ന് എന്തുവാ കാശി രാമേശ്വരം അവിടൊക്കെ കറങ്ങുമെന്ന് മോളെ. മനസ്സിനൊരു സമാധാനമാവട്ടെ മോളെ. എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയും കൂടെ നമ്മൾക്ക് ഉണ്ടായിരുന്നാൽ മതി മോളെ കേട്ടാ. ഒന്നും പാളിഞ്ഞ് വരുമ്പോഴത്തേക്ക് മനസ്സൊക്കെ അങ്ങ് മാറൂടെ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. അച്ഛനെ കാരണം അവർക്കെല്ലാം ബുദ്ധിമുട്ടായി അല്ലേ അപ്പച്ചി? ആ എന്ത് ചെയ്യാനാ മോളെ, എന്ത് വന്നാലും നമ്മൾ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. സമാധാനമായിട്ടിരിക്കെ. ആ പിന്നെ അമ്മയോട് പറയണം, വിഷമിച്ച് വീട്ടിനകത്ത് കയറി ഇരിക്കരുത്, ജോലിക്ക് പോകാൻ. ആ നാളെ മുതൽ അമ്മ ജോലിക്ക് വന്ന് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നോ? ഇന്നലെ മോളെ മാമനും ഞാനും കൂടെ ഒരു മാൻ മിസ്സിങ്ങിന് കേസ് കൊടുത്തായിരുന്നു. ചിലപ്പോ അവര് വിളിച്ചേക്കും കേട്ടാ. പോലീസോ? ആ മോളെ, അത് പേടിക്കാനൊന്നുമില്ലടി. അതൊരു നിയമ നടപടിയാ. ഒരാളെ കുറച്ചാള് കാണാതിരുന്നാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. പിന്നെ അത് നാളെ ഒരു ചോദ്യമാവും, എന്തുകൊണ്ട് നിങ്ങൾ പരാതിപ്പെട്ടില്ല എന്നൊരു ചോദ്യമാവും മോളെ. അതുകൊണ്ട് അത് വിഷമിക്കണ്ട, അതൊരു നോർമൽ പ്രൊസീജിയറാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട മോളെ. ആ അത് കേട്ടപ്പോഴേ അമ്മ ഇവിടെ കരച്ചില് തുടങ്ങി. നാത്തൂനോടെ വിഷമിക്കരുതെന്ന് പറ. ഇടയ്ക്ക് അപ്പച്ചി അങ്ങോട്ട് വരാം മോളെ കേട്ടോ. അമ്മ ധൈര്യമായിട്ടിരി.
അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ടൗൺ പോലീസ് സ്റ്റേഷൻ കന്യാകുമാരിയാ? ആമാ ആമാ സാറേ സാറേ കന്യാകുമാരി പോലീസ് സ്റ്റേഷനിലാ. ஹலோ சரி சார் சொல்லுங்க. சரி சார் வெளியில் போச்சு. என்ன கன்னியாகுமரி ஆக்சிடென்ட் நடந்தாச்சா? பாலேந்திரன் இருந்துட்டா? ബോഡി എங்கே കിടക്കുന്നത്? ഓ മോർച്ചറിയില്ല സാർ. അവരെ അഡ്രസ് എങ്കേത് കിടച്ചത്? ഓ ബേസിലാണ് കിടച്ചത്. ID കാർഡ് എടുക്കാം. ഫാമിലിയെ കോണ്ടാക്ട് ചെയ്ത് അപ്പുറം ഫോൺ பண்ணி பேசலாம். ചേടാ തമിഴ് പറഞ്ഞ് തല ചൂടായി. എന്ത് സാറേ പ്രശ്നം? ആക്സിഡന്റ് എന്നൊക്കെ കേട്ടല്ലോ. എടോ കന്യാകുമാരി വെച്ച് ബാലേന്ദ്രൻ എന്നൊരാൾ വാഹനാപകടത്തിൽ അയാളുടെ കേസിൽ നിന്നാണ് അഡ്രസ്സ് കിട്ടിയത്. ബോഡി മോർച്ചറിയിലുണ്ടെന്ന് കോണ്ടാക്ട് നമ്പർ അഡ്രസ്സും തന്നിട്ടുണ്ട്. സാറേ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കിട്ടിയല്ലോ. കേസാ? താനാ പരാതി കൊടുത്തത്? മാന്യസിന്റെ ഫയലിൽ കാണും. അഡ്രസ് ഇത് തന്നെ സാറേ. ആള് വന്ന് ഞാന് ആ വീട്ടിലോട്ട് വിളിക്കാം. നമ്പർ പരാതിയിലുണ്ടല്ലോ. മോളെ, അമ്മയൊന്ന് മാമനെ കണ്ടിട്ട് വരട്ടെ. മാമൻ ഇന്നലെ വിളിച്ച്. അമ്മ ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം. മാമനല്ലേ ഉള്ളു നമുക്ക് എല്ലാത്തിനും. മോളിരുന്ന് പഠിച്ചോ. പിന്നെ ഞാനിവിടെ ഇല്ലെന്നൊന്നും ആരോടും പറയണ്ട കേട്ടോ. ഹലോ ഹലോ, ഇത് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. അമ്മ ഇതേ അച്ഛനെ തിരക്കുന്നു. ഹലോ, അതെ സാർ. ബാലേന്ദ്ര സാറിന്റെ ആരാ? ഭാര്യയാണ്. എന്താ സാർ, അദ്ദേഹത്തിന്റെ വിവരം വല്ലതും ഉണ്ടോ? കോർപ്പറേഷൻ ഓഫീസിലാ. ഒരു യാത്ര പോയിരിക്കുകയാണ്. കന്യാകുമാരിയിൽ പോകാൻ സാധ്യതയുണ്ടോ? പോകുമെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ബാങ്കിലാ. സാറ് കാര്യം പറഞ്ഞില്ല. ഞാനും മകളും മാത്രമേ ഉള്ളൂ. എന്താ സാർ പ്രശ്നം? വിഷമമുള്ള വാർത്തയാണ്. കന്യാകുമാരി വെച്ച് ബാലേന്ദ്രൻ എന്നൊരാൾ ആക്സിഡന്റിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ ബേസിൽ നിന്നാണ് വിവരം കിട്ടിയത്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ എന്താ എന്താ പറ്റി അമ്മേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്തിനാ കരയുന്നേ? അമ്മ എന്തുവാ? അച്ഛൻ പോയി. അച്ഛൻ നമ്മളെ വിട്ട് പോയി. അച്ഛനൊരു ആക്സിഡന്റ് നമ്മളെ വിട്ട് പോയി മോളെ. ഞാൻ അപ്പച്ചയും അമ്മനെ വിളിച്ചു പറയുന്നു. അച്ഛനോട് ക്ഷമിക്കണം. തെറ്റച്ഛൻ്റെ ഭാഗത്ത് തന്നെ. നിങ്ങളുടെ സ്നേഹം
അച്ഛൻ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് എന്നോട് ക്ഷമിക്കണം മോളെ. എനിക്ക് അച്ഛനെ ശരിക്കും കഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായ വെള്ളം എനിക്ക് അച്ഛനെ മഴ എന്നോട് ക്ഷമിക്കണേ. എന്റെ ഭാഗം തന്നെ. ബാത്റൂമിലോട്ടൊന്ന് പോണം. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ബാലൻ സാറിന്റെ വീടല്ലേ? ഇരിക്കും. ബാലൻ സാറിന്റെ വീട് തന്നെയല്ലേ? അതെ. ഞാനാണ് നേരത്തെ ഫോണിൽ വിളിച്ചത്. അദ്ദേഹം കോർപ്പറേഷൻ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അതെ. ഇപ്പോൾ സസ്പെൻഷനിലാണല്ലേ? അതെ. അദ്ദേഹം എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട്? 10 ദിവസമായി. അദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്തെങ്കിലും കുടുംബ പ്രശ്നം മൂലമാണോ? കന്യാകുമാരിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. അദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്തെങ്കിലും കുടുംബ പ്രശ്നം മൂലമാണോ? ഈ മരണം അപകടമാണോ, കൊലപാതകമാണോ, അതോ ആത്മഹത്യയാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ട്രാൻസ്പെറൻ്റായ ഫേസിൽ നിന്നാണ് ഈ അഡ്രസ്സ് കിട്ടിയത്. ഇവിടെ നിങ്ങൾ രണ്ടും അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങളാരാ? ഇവരുമായിട്ടുള്ള ബന്ധം? ഞാൻ ബാലേന്ദ്രൻ, ഇതെന്റെ ഭാര്യയും മകളുമാണ്. ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇല്ല സാർ, ഇപ്പൊ വന്നതേ ഉള്ളൂ. നിങ്ങൾ കന്യാകുമാരിയിൽ കാണാൻ പോയിരുന്നോ? പോയായിരുന്നു സാറേ, ഇന്നലെ മടങ്ങിയത്. ഇത് കുഴപ്പമായില്ല സാറേ. അപ്പൊ പിന്നെ ബോഡി ആരുടേതാ? നിങ്ങള് ഏത് ബോഡിയുടെ കാര്യമാണ് സാറേ പറയുന്നത്? കന്യാകുമാരി വെച്ച് നിങ്ങൾക്ക് അപകടം വല്ലതും ഉണ്ടായോ? എനിക്കൊരു അപകടം ഉണ്ടായില്ല. എന്നാൽ അപകടം ഉണ്ടായി. ആ അപകടത്തിൽ നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ബോഡിയിലെ പേഴ്സിൽ നിന്നാണ് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കിട്ടിയത്. സാറേ, ആ പേഴ്സ് എൻ്റേത് തന്നെ. ഞാൻ അല്പം മദ്യപിച്ച് അബോധാവസ്ഥയായി. അവിടെ വെച്ച് എൻ്റെ പേഴ്സ്, ബാഗ്, എൻ്റെ ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം കാണുമ്പോൾ അടിച്ചുകൊണ്ട് പോയി സാർ. എന്തായാലും ഞാൻ വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇവിടെ എത്തിയത്. ആദ്യമൊക്കെ അവിടെ കറങ്ങിയൊക്കെ നോക്കി, കിട്ടിയില്ല. പിന്നെ ഞാൻ എങ്ങനെയോ ഞാനിങ്ങനെ എത്തി സാർ. സാറേ, ഇദ്ദേഹത്തിന്റെ ബോഡി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അവരെ വിവരം അറിയിക്കണ്ടേ? ശരി, ഞങ്ങൾ പോകുന്നു. ഒരു കാര്യം, നാളെ അങ്ങ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. നിങ്ങളുടെ പേരിൽ ഒരു മാൻ മിസ്സിംഗ് കേസുള്ളതാ. അപ്പം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് വെരി സോറി കേട്ടോ. നാളെ ഞാൻ തീർച്ചയായിട്ടും സ്റ്റേഷനിൽ എത്തിക്കോളാം. ഓക്കെ ഓക്കെ, ശരി സാർ. അമ്മ ഇനി എന്തിനാ കരയുന്നത്? അച്ഛൻ ജീവനോടിങ്ങി എത്തിയില്ലേ? മോളെ, നിങ്ങളോട് ഈ അച്ഛൻ വീണ്ടും മാപ്പ് ചെയ്തു. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഈ കുടുംബം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിലെ കുടുംബത്തിന്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ഈ അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് യാചിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. നീ എന്നാ ചേട്ടൻ പോകുന്നേ? നേരത്തെ ഒന്ന് പറയണേ. ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി കൈക്കൂലി വാങ്ങി ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മുതൽ ഒരു പുതിയ ബാലയം തന്നെ ആയിരിക്കും. മദ്യപിക്കാത്ത, കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. ഇനി എനിക്ക് ജോലി കിട്ടിയാലേ ഞാനത് ഉടൻ തന്നെ VRS എടുക്കും. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച് ജീവിക്കാൻ ഈ ബാലേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 3 പേർ കൂടെ
ഇനി ഒരുമിച്ച് ഒരു തീർത്ഥയാത്രയ്ക്ക് മോളെ അതിൻ്റെ ഉള്ള എല്ലാ ഏർപ്പാടും നീ ചെയ്യണം. ഇത് ചേട്ടന്റെ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പായിരിക്കട്ടെ.